ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഓർമ്മക്കുറവ് എന്ന് പറയുന്നത്. നമ്മളിൽ പലർക്കും ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നു പോകുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഡിജിറ്റൽ ഒരു വേൾഡിലാണ് ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, മൊബൈല്, ലാപ്പ് പോലുള്ള കാര്യങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് മൂലമാണ് ഈ തരത്തിലുള്ള ഒരു മറവി ഉണ്ടാകുന്നത്. ഇതിനെയാണ് ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? അല്ല എങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡിമെൻഷ്യ മറവി ബാധിച്ചാൽ അത് നമ്മളുടെ ഏതൊക്കെ പ്രവർത്തന മേഖലകളെയും നമ്മുടെ ബ്രെയിനിനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നത് നമ്മളുടെ തലച്ചോറിന്റെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ സ്വാഭാവികമായിട്ടുള്ളതും നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഈ മൊബൈലിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ധാരാളമായി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒന്ന് റീകോൾ ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡിജിറ്റൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളിൽ പലരും പോകുന്നത്. ഈ മൊബൈലുകൾ പോലുള്ള സാധനങ്ങൾ, ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഓർമ്മശക്തിയെ ബാധിക്കും എന്നുള്ളതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ, കുറച്ചു നാളൊക്കെ മുമ്പാണെങ്കിൽ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഒരു ഫോൺ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുന്നത് വരെ, അല്ലെങ്കിൽ ഒരു സാധനം കടയിൽ പോയി വാങ്ങുന്നത് വരെ നമ്മളത് ഓർമ്മയിൽ വീണ്ടും വീണ്ടും പറഞ്ഞ് റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പക്ഷെ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഒരാളുടെ ഫോൺ നമ്പർ, അന്നേരം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓർമ്മിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മൊബൈലിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നത് മൂലം നമ്മളുടെ ബ്രെയിനിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ ബാധിക്കുകയും അത് ഓർമ്മശക്തി നശിപ്പിക്കുന്നതിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. ശ്രദ്ധക്കുറവ്. ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഒരു കാര്യത്തിലും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അത് പഠിത്തമായാലും ജോലിയായാലും എന്ത് കാര്യമായാലും, നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോണിൽ എന്താണ് നോട്ടിഫിക്കേഷൻ വന്നത് നോക്കും. പിന്നീട് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ തിരിച്ച് നമുക്ക് ചെയ്യേണ്ട ഒരു ജോലിയാണെങ്കിലും മടങ്ങി വന്ന് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു നേരത്തെ നമ്മൾ ചെയ്യാനിരുന്ന അത്രയും ഏകാഗ്രത കിട്ടുകയില്ല. ഇതുമൂലം നമുക്ക് ഒരു കാര്യവും നല്ല രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മൊബൈലിൽ ഒരു അല്പസമയം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മൊബൈലിലെ കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിൽ പഴയ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ഒന്ന് പുറകോട്ട് ചിന്തിക്കാനായിട്ട് നമ്മളിൽ പലരും ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറാകില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ നമ്മൾ പതിവായി ചെയ്യുന്നത് മൂലം നമ്മളുടെ ഓർമ്മക്കുറവിനെ അത് കാര്യമായിട്ട് ബാധിക്കും. നമ്മുടെ തലച്ചോറിന്റെ നോർമലായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ആയാലും തിങ്ക് ചെയ്യണം. നമ്മൾ ഏത് സാധനമാണെങ്കിലും അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗശൂന്യമായിട്ട് തന്നെ പോകും, അല്ലെ? അത് എന്ത് സാധനമായാലും ഇത് തന്നെയാണ് നമ്മുടെ ബ്രെയിനിന്റെ കാര്യത്തിലും. നമ്മൾ ബ്രെയിനിനെ ആവശ്യമനുസരിച്ച് ബുദ്ധി ഇത് ചെയ്യുന്ന കാര്യത്തില്, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ഷാർപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നിടത്തോളം നമ്മളുടെ ആ കഴിവ് ബ്രെയിനിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന് അതുപോലെ തന്നെ ബുദ്ധിയുടെ കാര്യം വർദ്ധിപ്പിക്കാനാണെങ്കിലും ഏകാഗ്രത കൂട്ടാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആ വഴികളൊക്കെ കൃത്യമായിട്ട് ഓർമ്മിക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മളുടെ മെമ്മറി ഷാർപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ, ബ്രെയിൻ എക്സസൈസുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഡെയിലി പോകുന്ന വഴികളൊക്കെ ആയാലും ഒന്ന് മനസ്സിലേക്ക് റീകോൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ GPS സംവിധാനം ഉപയോഗിച്ചാണ് ഏറ്റവും നമുക്ക് അറിയാവുന്ന ഒരു റൂട്ടാണെങ്കിൽ പോലും ഒട്ടും തന്നെ ഒരിക്കൽ പോയ ഒരു റൂട്ട് വീണ്ടും ഒന്ന് ഓർത്തെടുത്തൊന്ന് പോകാൻ നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. എവിടെയും നമ്മൾ ഈ GPS യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വഴികള്, നമ്മളുടെ മെമ്മറിയെ ഷാർപ്പ് ചെയ്യാൻ, അല്ലെ ബ്രെയിനിന്റെ നല്ല ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവിനെയും ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം വളരെയധികം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും, എങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് അതിലേക്കൊന്ന് എത്താനായിട്ട് ഇന്ന് നമ്മൾ ആരും തന്നെ ശ്രമിക്കാറില്ല, അല്ലെ? എന്ത് സംശയമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് അറിയാവുന്നതാണെങ്കിലും ഒന്ന് ഓർമ്മയിൽ നിന്നൊന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ നമ്മളിൽ പലരും തയ്യാറാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാവധാനത്തിൽ ഇത് നമ്മൾ ചിന്തിക്കാനുള്ള കഴിവിനെയും ബാധിക്കും എന്നുള്ളതാണ്.
സ്മാർട്ട് ഫോണുകളുടെയൊക്കെ അമിതമായ ഉപയോഗം നമ്മൾ ഉണ്ടാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത്. പലപ്പോഴും രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കുറേയേറെ നേരം അതിൽ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഉറക്കത്തെ അത് സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഉറക്കക്കുറവ് വരുമ്പോൾ തന്നെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളെയും അത് ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം അത് ഓർമ്മക്കുറവിലേക്ക് നയിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഡിജിറ്റൽ ഡെമൻഷ്യ പോലുള്ള പ്രശ്നങ്ങൾ മുതിർന്നവരെക്കാൾ കൂടുതൽ ബാധിക്കുന്ന കുട്ടികളെയാണ്. എപ്പോഴും ഫോണിന് കുട്ടികൾ അഡിക്റ്റ് ആയി മാറുമ്പോൾ അവരുടെ ചിന്തിക്കാനുള്ള കഴിവ്, പ്രവർത്തിക്കാനുള്ള കഴിവ്, അവരുടെ പഠന മേഖലകള്, ശ്രദ്ധക്കുറവ്, ഇങ്ങനെ എല്ലാ മേഖലകളിലും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും അത് കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പേരൻസ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയാണ് ഈ മൊബൈലുകളുടെ പോലുള്ള അമിതമായിട്ടുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ ഡിജിറ്റൽ ഡെമൻഷ്യ വരാതെ നോക്കാം എന്നുള്ളതാണ്. ഉത്തരവും വളരെ സിമ്പിൾ ആണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. മൊബൈലുകളുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ ഉപയോഗം നമ്മൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും എന്ത് കാര്യത്തിലും അല്ലെങ്കിൽ ഒരു അല്പ ഇടവേള കിട്ടിയാൽ മൊബൈലിൽ സമയം ചെലവഴിക്കുന്നത് നമ്മൾ പരമാവധി കുറച്ച് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളും നമ്മളുടെ ബുദ്ധിയെയും അല്ലെങ്കിൽ ശ്രദ്ധക്കുറവിലേക്കും ഒക്കെ ലീഡ് ചെയ്യുന്ന ഒഴിവാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ മൊബൈൽ കൊടുക്കുന്നതിന് പകരം അവരെ ചെസ് അല്ലെങ്കിൽ പസിൽസ് പോലുള്ള മേഖലകളിലേക്ക് നമ്മൾ അങ്ങനെയുള്ള ഗെയിംസിലേക്കൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അല്ലെ അവരെ അതിലേക്ക് ഒന്ന് ഇൻട്രസ്റ്റ് ആക്കി എടുക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ അഡിക്റ്റ് ആകുന്ന ഒഴിവാക്കാനും അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.